+1 എക്സാമിന് ഗ്രാമറിൽ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് എന്ത്? സബ്ജക്റ്റ് വേർബ് എഗ്രിമെന്റ് അഥവാ കോൺകേർഡ് നമ്മൾ പറയും. അപ്പോൾ നമുക്ക് നോക്കിയാലോ എന്താണ് സബ്ജക്റ്റ് വേർബ് എഗ്രിമെന്റ്, അതുപോലെ എന്തൊക്കെയാണ് അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നമുക്ക് നോക്കാം. സെറ്റ് അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, എന്താണ് കോൺകേർഡ് അഥവാ സബ്ജക്റ്റ് വേർബ് എഗ്രിമെന്റ് നോക്കാം. Concord or subject verb agreement means that the subject and the verb in a sentence must match or agree in number and person. ഒന്നും മനസ്സിലായില്ലല്ലോ? നോ വറീസ്. സ്റ്റിൽ സംഭവം ഒന്നും ഇല്ലടാ. നമ്മുടെ ഇംഗ്ലീഷിൽ നമ്മൾ എഴുതുന്നൊരു സെൻറ്റൻസ് പാറ്റേൺ ഉണ്ട്. എന്താ അത്? SVO അല്ലേ? സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ് ആണ് എന്ത് ഒരു സെൻറ്റൻസ് ആവുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് സബ്ജക്റ്റ് വേർബ് എഗ്രിമെന്റ് എന്ന് അറിയാം. ഈ സബ്ജക്റ്റും ഈ വേർബും എന്ത് ചെയ്യണം, ഒരു സെൻറ്റൻസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എഗ്രി ചെയ്യണം. അതെങ്ങനെയാണെന്നൊക്കെ എന്ത് ചെയ്യാം മിസ് പറഞ്ഞുതരാം. സോ സെറ്റ് അല്ലേ? ഇത് വലിയ ടാസ്ക് ഒന്നുമല്ല. സംഭവം മനസ്സിലാക്കിയാൽ സിമ്പിളാണ്. അത് നമുക്കൊരു ബേസിക് ആയിട്ട് എന്ത് ചെയ്യാം, ബേസിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, സോ ഫസ്റ്റ് കാര്യം നിങ്ങൾ മൈൻഡിൽ വെക്കേണ്ട ഫസ്റ്റ് കാര്യം എന്താണെന്ന് അറിയോ? ഇഫ് ദ സബ്ജക്റ്റ് ഇസ് സിംഗുലർ ദ വേർബ് ഷുഡ് ബി സിംഗുലർ. നമ്മുടെ സബ്ജക്റ്റ് SVO ആണല്ലോ. നമ്മുടെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മുടെ വേർബ് എന്തായാൽ മതി, സിംഗുലർ ആയാൽ മതി. ഇനി അതെങ്ങനെയാണെന്ന് മിസ് പറഞ്ഞുതരാം. ഇപ്പം നമ്മുടെ സബ്ജക്റ്റ് എങ്ങനെ സിംഗുലർ ആവുന്നതെന്ന് അറിയോ? ഇപ്പം നമ്മുടെ സബ്ജക്റ്റ് ഒറ്റ ഒരാളാണെങ്കിൽ, ഇപ്പം ഷീ, ഹി അല്ലെങ്കിൽ ഐ, അങ്ങനെ ഒറ്റ ഒരാളെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ അതെന്താണ്, സിംഗുലർ ആണ്. നിങ്ങളിത് ഓർത്താൽ മതി. സിംഗുലർ എന്ന് വെച്ചാൽ സിംഗിൾസ് ആണല്ലോ, നമ്മളൊക്കെ സിംഗിൾസ് ആണല്ലോ. അപ്പോൾ സിംഗിൾസ് എന്ന് ഓർത്താൽ നിങ്ങൾ എന്ത് ചെയ്യുക, സിംഗുലർ നിൽക്കുമ്പം ഒറ്റ ഒരാളെ റെപ്രസെൻറ്റ് ചെയ്യാൻ വിചാരിക്കുക. അപ്പം സിംഗിൾ ആയിട്ടുള്ള ഒരാളാണ് റെപ്രസെൻറ്റിങ് വൺ ഇടാം അല്ലേ, വൺ പേഴ്സണോ തിങ്സോ എന്തോ ആവാം കേട്ടോ. ഒറ്റ ഒരാളെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ സബ്ജക്റ്റ് എന്താണ്, സിംഗുലർ ആണ്. ഓക്കെ, അപ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരെയാണ് പറയുന്നതെങ്കിൽ നമ്മുടെ സബ്ജക്റ്റ് എന്താണ്, പ്ലൂറൽ ആണ്. അത്രയേ ഉള്ളൂ. അപ്പം സിംഗുലർ ആണെങ്കിൽ സിംഗിൾസ് ആയിരിക്കും. അപ്പം എന്താണ്, ഒറ്റ ഒരാളാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സബ്ജക്റ്റ് സിംഗുലർ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ നമ്മുടെ വേർബ് എങ്ങനെയായിരിക്കും സിംഗുലർ ആവുക? സോ സിമ്പിൾ. നമ്മുടെ വേർബിൻ്റെ കൂടെ എന്തൊക്കെയാണ് വേർബ്സ് എന്ന് പറയുന്നത്? ടോക്ക്, വാക്ക്, ഈറ്റ്, സിറ്റ്, അങ്ങനെ കുറച്ച് വേർബ്സ് ഇല്ലേ? ആ വേർബ്സിൻ്റെ കൂടെ എന്ത് ചെയ്താൽ മതി, എസ് ഓർ എസ് ഫോം ആഡ് ചെയ്താൽ മതി. അപ്പം നമ്മുടെ എന്തായി, വേർബ് സിംഗുലറായി. നമ്മൾ വേർബ് സിംഗുലർ ആക്കാൻ എങ്ങനെയാണ്? ഇപ്പോൾ ടോക്ക് ആണെങ്കിൽ എന്ത് ചെയ്യാം, ടോക്സ്. ഈറ്റ് ആണെങ്കിൽ ഈറ്റ്സ്. അതിന് വാക്ക് ആണെങ്കിൽ വാക്സ്. ഇപ്പം ആറാണെങ്കിൽ എങ്ങനെയാ, ഇസ് അല്ലേ? ആറാണെങ്കിൽ എന്തായിരിക്കും, ഇസ് ആയിരിക്കും എന്ത് നമ്മുടെ സിംഗുലർ ഫോം. സോ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം മിസ്സേ. ഒറ്റ ഒരാളാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹി അങ്ങനെയാണ് ഒറ്റ ഒരാളെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് അവൻ ഒറ്റ ഒരാളല്ലേ. അപ്പോൾ ഹി ഇസ് ഹാപ്പി ആയിരിക്കട്ടെ നമ്മൾ പോലെ. സോ ഹി ഇസ് ഹാപ്പി. ഇവിടെ ഹി ആണ് നമ്മുടെ സബ്ജക്റ്റ്, ഒറ്റ ഒരാളെ റെപ്രസെൻറ്റ് ചെയ്യുന്നതും. ഇസ് ആണ് നമ്മുടെ വേർബ്, എന്താണ്, സിംഗുലർ ആണ്. ആൻഡ് നമ്മുടെ ഒബ്ജക്റ്റ്. സെറ്റല്ലേ? ഇത്രയേ ഉള്ളൂ. ഇതാണ് എന്ത്, സിംഗുലർ ആണെങ്കിൽ. അപ്പം നമ്മുടെ സെൻറ്റൻസിൽ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ നമ്മുടെ വേർബ് ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കണം, പ്ലൂറൽ ആയിരിക്കണം. നമ്മൾ നേരത്തെ വേർബ് സിംഗുലർ ആക്കാൻ എസ് ഓർ എസ് ആഡ് ചെയ്തേ. ഇവിടെ പ്ലൂറൽ ആക്കാൻ എന്ത് ചെയ്താൽ മതി, ഒന്നും ചെയ്യേണ്ട. എസ് ആഡ് ചെയ്യേണ്ട, ഈസും ആഡ് ചെയ്യേണ്ട. ജസ്റ്റ് ഇപ്പോൾ ടോക്ക് ആണെങ്കിൽ ടോക്ക്, വാക്ക് ആണെങ്കിൽ വാക്ക്, ഈറ്റ് ആണെങ്കിൽ ഈറ്റ്. അത്രയേ ഉള്ളൂ എന്ത്, നമ്മുടെ വേർബ് പ്ലൂറൽ ആക്കാൻ. അപ്പം നമ്മുടെ സബ്ജക്റ്റ് പ്ലൂറൽ ആവണമെങ്കിൽ എന്തായിരിക്കണം, ഒന്നിൽ കൂടുതൽ, മോർ ദാൻ വൺ പേഴ്സണോ തിങ്സോ എന്തെങ്കിലും ഉണ്ടാവണം. ഇപ്പം നമ്മൾ പറയില്ലേ, ചിൽഡ്രൻ, സ്റ്റുഡൻസ്, കസിൻസ്, ബ്രദേഴ്സ്, അല്ലെങ്കിൽ ദേ, ഒരുപാട് പേര്, ഒരു കൂട്ടം ആൾക്കാർ പറയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, അത് പ്ലൂറൽ ആവും. എന്ത്, നമ്മുടെ സബ്ജക്റ്റ്. അപ്പോൾ നമ്മുടെ വേർബ് പ്ലൂറൽ ആവാൻ എന്ത് ചെയ്താൽ മതി, ബേസിക് ഫോം എന്ന് വെച്ചാൽ നമ്മുടെ വേർബിൻ്റെ ബേസിക് ഫോം. ഇപ്പം എന്താണ്, ടോക്ക് ആണെങ്കിൽ ടോക്ക് മതി. ഇയും ES ഒക്കെ എന്ത് ചെയ്യാനും മെറ്റയില്ല കേട്ടോ, ഇതിൽ നമ്മൾ സിംഗുലർ ആക്കാൻ. ടോക്ക്, ഈറ്റ്, വാക്ക്, ആർ, അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തായി, നമ്മുടെ സബ്ജക്റ്റ് എന്തായി, ഓട്ടോമാറ്റിക്കലി പ്ലൂറലായി. എക്സാമ്പിൾ നമുക്ക് പറയാം. നേരത്തെ നമ്മൾ ഹി ഇസ് ഹാപ്പി, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒന്നിൽ കൂടുതൽ ആൾക്കാരാണ്. അപ്പോൾ എന്താണ്, നമുക്ക് ദേ ആർ ഹാപ്പി. ഇവിടെ കണ്ടോ, ദേ എന്ന് വെച്ചാൽ ഒരു കൂട്ടം, മോർ ദാൻ വൺ അല്ലേ. ആറാണ് നമ്മുടെ എന്ത്, സബ്ജക്റ്റ് വേർബ് പ്ലൂറൽ ആവുന്നത്. സിമ്പിൾ അല്ലേ? ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, ഇപ്പം നമ്മുടെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മുടെ വേർബും സിംഗുലർ ആയിരിക്കണം. വേർബ് സിംഗുലർ ആക്കാൻ എന്ത് ചെയ്താൽ മതി, എസ് ഓർ എസ് ആഡ് ചെയ്യുക. സബ്ജക്റ്റ് സിംഗിൾ ആണോ എന്ന് മനസ്സിലാവാൻ എന്ത് ചെയ്താൽ മതി, ഒറ്റ ആളാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് മനസ്സിലായാൽ മതി. അതുപോലെ തന്നെ തിരിച്ച് പ്ലൂറൽ ആണെങ്കിലോ,
ഇപ്പം നമ്മുടെ സെൻറ്റൻസിൽ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഒരുപാട് പേരെ കുറിച്ച് പറയുന്നുണ്ടാവും. അതുപോലെ തന്നെ വേർബ് പ്ലൂറൽ ആണെങ്കിൽ എന്താ? ബേസിക് ഫോം, ടോക്ക്, ഈറ്റ്, വാക്ക്, ഇല്ലേ? ബേസിക് ഫോം. ഇയേഴ്സ് ഒന്നും ഇല്ലാത്ത ഫോം ആണെങ്കിൽ അതെന്താണ്? ബേസിക് ഫോമാണ്. സെറ്റല്ലേ? സോ പക്ഷേ നമുക്ക് ഇനി എന്തുണ്ട്? കുറച്ച് സെൻറ്റൻസ് നോക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം? സെറ്റാക്കാം. നോ വറീസ്. ഇപ്പോൾ ടാസ്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല. ടാസ്ക് മനസ്സിലാക്കി സിമ്പിളായത്. ഇവിടെ എക്സാമ്പിൾ നോക്കിയോളൂ. മോഹൻ ലൈക്സ് സ്വീറ്റ്. ഇവിടെ മോഹൻ എന്ന് പറഞ്ഞ ഒറ്റ ഒരാളല്ലടാ. അപ്പോൾ എന്താണ് നമ്മുടെ സബ്ജക്റ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. സിംഗുലർ ആണ് നമുക്ക് മനസ്സിലായി. ആൻഡ് ലൈക്സ് എസ് ഫോം വന്നു അവിടെ. അപ്പം നമ്മുടെ വേർബ് എന്തായി? സിംഗുലർ ആയില്ലേ? അപ്പോൾ മോഹൻ ഒറ്റ ആളെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ അവിടെ എന്താണ്? ലൈക്സ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരുപാട് പേരാണെങ്കിലോ നോക്കിയോ. ചിൽഡ്രൻ. ചിൽഡ്രൻ എന്ന് വെച്ചാൽ ഒരാളാണോ? അല്ല, ഒരു കുറേ കുട്ടികളെ നമ്മൾ എന്ത് പറയാം? ചിൽഡ്രൻ എന്ന് പറയാം. അപ്പോൾ എന്താടാ നമ്മുടെ സബ്ജക്റ്റ് പ്ലൂറലാണ്. ഒബ്വിയസ്ലി നമ്മുടെ എന്താണ്? സോറി, വേർബ് എന്താണ്? ലൈക്ക് ബേസിക് ഫോം അല്ലേ? എസ് ഒ എസ് ഉണ്ടോ? ഇല്ല. സെറ്റല്ലേ? ഒന്നും പറയണ്ടല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് റൂൾസ് ഉണ്ട്. എല്ലപ്പോഴും എന്താണ് നമ്മുടെ ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ ഈ സെൻറ്റൻസിന് ഉണ്ടാവില്ല. പകരം എന്തുണ്ട്? കുറച്ച് റൂൾസ്. നമ്മളെ കുഴപ്പിക്കണമല്ലോ. സോ എന്തുണ്ട്? കുറച്ച് റൂൾസ് ഉണ്ട്. നമുക്കത് എന്ത് ചെയ്യാം? സെറ്റാക്കാം. ഇവിടെ നോക്കിയോ. വാട്ട് ഇഫ് ഐ ആഡ് ആൻഡ് ടു കണക്ട് ടു സബ്ജക്റ്റ്. രണ്ട് സബ്ജക്റ്റുകൾ. ഇപ്പം നമ്മളൊരു സെൻറ്റൻസിൽ രണ്ട് സബ്ജക്റ്റ് എടുക്കുവാണെങ്കിൽ എന്താണ്? പ്ലൂറൽ ആയിരിക്കും, സിംഗുലർ ആയിരിക്കുമോ? ആക്ച്വലി എന്താണ്? പ്ലൂറൽ ആയിരിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ച് പറഞ്ഞുതരാം. നമ്മൾ നേരത്തെ മോഹൻ എന്നൊരാൾ പറഞ്ഞില്ലേ? അപ്പോൾ എന്താണ്? നമ്മുടെ സബ്ജക്റ്റ് സിംഗുലർ ആണല്ലേ? ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ. മോഹൻ ആൻഡ് ചേതൻ. ഇവിടെ ആൻഡ് വെച്ചിട്ടാണ് എന്ത് ചെയ്തത്? കണക്ട് ചെയ്ത്. രണ്ട് സബ്ജക്റ്റ് കണക്ട് ചെയ്ത് നമ്മൾ ആൻഡ് യൂസ് ചെയ്തു അല്ലേ? സോ മോഹൻ ആൻഡ് ചേതൻ ആണെങ്കിൽ ഇവിടെ എന്താണ് നമ്മുടെ വേർബ് വന്നത്? ബേസിക് ഫോം അല്ലേ? ലൈക്ക് അല്ലേ? അപ്പോൾ എന്താണ് നമ്മുടെ വേർബ് പ്ലൂറൽ ആണ്. അതെന്തുകൊണ്ടാണ് പ്ലൂറൽ? നമുക്ക് മനസ്സിലാവും. കാരണം എന്താ? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, സിംഗുലർ ആണ് വരുന്നതെങ്കിൽ നമ്മുടെ സബ്ജക്റ്റ് സിംഗുലർ ആയിരിക്കണം. ഇവിടെ 1, 2 രണ്ടാളില്ലേ? അപ്പോൾ രണ്ടാൾ എങ്ങനെ സിംഗുലർ ആവുക? മോർ ദാൻ 1 അല്ലേ? ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും? നമ്മുടെ വേർബ് പ്ലൂറൽ ആയിരിക്കും. അങ്ങനെ ഒരു ലോജിക്കായി ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ ഇതിനിടയിൽ ഒരു ഒരു ട്വിസ്റ്റ് ഉണ്ട്. ട്വിസ്റ്റ് ശ്രദ്ധിച്ചോ. ഇവിടെ നിങ്ങൾ കണ്ടോ? ഇഡ്ഡലി ആൻഡ് സാമ്പാർ. അപ്പം രണ്ട് സാധനം അല്ലേ? ഇഡ്ഡലിയും സാമ്പാർ. പക്ഷേ ഇതെന്താണോ? ഒരു സാധനമാണ്. ഇതൊരു ടീമാണ് ആക്ച്വലി ഇഡ്ഡലി ആൻഡ് സാമ്പാർ എന്ന് പറയുന്നത്. കാരണം ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താ? ഒറ്റ കാര്യം. എന്ത്? ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ? സോ ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണെടാ? ഒറ്റ കാര്യം. അതുകൊണ്ട് എന്താണ്? ഒരു കാര്യം, സിംഗിൾ ആയിട്ടുള്ള ഒരു കാര്യം റെപ്രസെൻറ്റ് ചെയ്യുന്നെങ്കിൽ നമ്മുടെ വേർബ് എന്തായിരിക്കും? ഓഫ് കോഴ്സ് സിംഗുലർ ആയിരിക്കും അല്ലേ? മനസ്സിലായോ? ഒരു കാര്യത്തിനെ ഒരു ടീമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്? സിംഗുലർ ആണ്. നോക്കിയോ. When two subjects are regarded as representing one idea, the verb would be singular. ഇപ്പോൾ ഇഡ്ഡലി സാമ്പാർ ഒറ്റ കാര്യമല്ല റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഒരു ടീമായിട്ട്. അപ്പോൾ അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് നമ്മുടെ വേർബ് എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും. ഡൺ. ഒരു എക്സാമ്പിൾ കൂടെ നോക്കിയോ. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ്. സ്ലോ ആൻഡ് സ്റ്റഡി എന്താണ്? ഒരു ടീമല്ലേ? ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരൊറ്റ ഇതായതുകൊണ്ട് എന്താണ് നമ്മുടെ വേർബ് എന്താണ്? എസ് ഫോം, സിംഗുലർ ആണ്. വിൻസ് ദ റേസ്. നമുക്ക് നെക്സ്റ്റ് റൂൾ നോക്കിയാലോ. റൂൾസ് നിങ്ങൾ എന്ത് ചെയ്താൽ വെച്ചത് മര്യാദയ്ക്ക് പഠിച്ചാൽ മതി. പിന്നെ നമ്മൾ സിംഗുലർ ആണെങ്കിൽ സിംഗുലറും പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ എന്നൊരു സംഭവം ഇല്ലേ? അത് ഓർത്ത് വെച്ചാൽ നമ്മുടെ എന്താണ്? സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ് ഇസ് സോ സിമ്പിൾ, റൈറ്റ്? അങ്ങനെയാണെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് റൂൾ. വാട്ട് ഇഫ് ഐ ആഡ് ഈച്ച് ഓർ എവറി ബിഫോർ ആൻഡ് ടു കണക്ട് ടു സബ്ജക്റ്റ്. ഇപ്പോൾ രണ്ട് സബ്ജക്റ്റിൻ്റെ നടുവിൽ നമ്മൾ ആൻഡ് കണക്ട് ചെയ്യുമ്പം അതിന് മുമ്പിൽ എവറി ഓർ ഈച്ച് വരുവാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ വേർബ്? സിംഗുലർ ആയിരിക്കും. നോക്കിക്കോ, ഞാൻ പറഞ്ഞുതരാം. നമ്മൾ കണ്ടോ? എവറി മാൻ, എവറി വുമൺ ആൻഡ് വെച്ചിട്ടാണ് എന്ത് ചെയ്തത്? കണക്ട് ചെയ്തത് അല്ലെ? ആൻഡ് വെച്ചിട്ടാണ് എവറി മാൻ ആൻഡ് എവറി വുമൺ കണക്ട് ചെയ്തത്. ഈ എവറി വരുവാണെങ്കിൽ ഒന്നും നോക്കണ്ട. എവറി ഓർ ഈച്ച് നിങ്ങൾ എവിടെ കണ്ടാലും എന്ത് ചെയ്താൽ മതി? നമ്മുടെ വേർബ് ഓഫ് കോഴ്സ് എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും. അത് നിങ്ങൾ ഓർത്ത് വെക്കണം. ഓക്കെ, എവറി ഓർ ഈച്ച് നമ്മുടെ സെൻറ്റൻസിൽ വരുവാണെങ്കിൽ, എവിടെ വരുവാണെങ്കിലും എന്താണ് നമ്മുടെ സെൻറ്റൻസിൽ സബ്ജക്റ്റിൽ അടുത്ത് എവിടെ വരുവാണെങ്കിലും നമ്മുടെ വേർബ് എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും. നോ ഡൗട്ട്. അങ്ങനെ ഡൗട്ട് ഒന്നും വേണ്ട. ഇനി നമ്മുടെ നെക്സ്റ്റ്. വാട്ട് ഇഫ് ഐ കണക്ട് ടു സിംഗുലർ സബ്ജക്റ്റ് വിത്ത് ഓർ നോർ എയ്തർ നോർ നെയ്തർ നോർ. ഇത്രയും ഓർ നോർ എയ്തർ ഓർ നെയ്തർ നോർ വരുവാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ എന്ത് വേർബ്? സിംഗുലർ ആയിരിക്കുമോ പ്ലൂറൽ ആയിരിക്കുമോ? നോക്കിയാലോ. ഇവിടെ നിങ്ങൾ കണ്ടോ? എയ്തർ അശ്വിൻ ഓർ ജിതിൻ.
ഇവിടെ എയ്തർ അശ്വിൻ ഓർ ജിതിൻ, ഒന്നെങ്കിൽ അശ്വിൻ അല്ലെങ്കിൽ ജിതിൻ, ഇത് രണ്ടിൽ ഏതോ ഒരാളേ ഉള്ളൂ അല്ലേ? ഏതോ ഒരാളാണ് നമ്മുടെ എന്ത് കൾപ്രിറ്റ്. അപ്പോൾ ഏതോ ഒരാളെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ അതാരാ? സിംഗിൾ അല്ലേ? സിംഗിൾ ആണെങ്കിൽ നമ്മുടെ സബ്ജക്റ്റ് എന്താ, അല്ല സോറി വേർബ് എന്താടാ? സിംഗുലർ ആണ്. കാരണം ഇവിടെ 2 പേരെ കൊടുത്തിട്ടുണ്ടെങ്കിലും അതിൽ ഒരാളെന്നേ പറയുന്നുള്ളൂ. ഇതിൽ ഏതെങ്കിലും ഒറ്റൊരാളെ എന്ത് കൾപ്രിറ്റ്, കുറ്റവാളി അല്ലേ? സോ നമ്മൾ വേർബ് എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും. ട്വിസ്റ്റ്, നമ്മുടെ അടുത്ത ട്വിസ്റ്റ്. either അശ്വിൻ ഓർ ഹിസ് ബ്രദേഴ്സ്, ഒന്നെങ്കിൽ അശ്വിൻ അല്ലെങ്കിൽ അവൻ്റെ ബ്രദേഴ്സ്. ബ്രദേഴ്സ് എന്ന് വെച്ചാൽ എന്താ? ഒരുപാട് പേരില്ലേ? അപ്പം നമുക്ക് എന്ത് ചെയ്യണം? അത് സിംഗിളർ ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇതിൽ ഏതെങ്കിലും ഒരാളാണെങ്കിൽ കൂടി ഒന്നെങ്കിൽ ബ്രദേഴ്സിൽ ആരെങ്കിലും ഒക്കെ ആവാം, ചിലപ്പോൾ 2 ആളാവാം 3 ആളാവാം അല്ലേ? ഒരാളാ നമ്മൾ പറഞ്ഞോ? ഇല്ല. അപ്പം എന്താണ്? ഓട്ടോമാറ്റിക്കലി നമ്മുടെ എന്ത് വേർബ് പ്ലൂറൽ ആയിരിക്കും മക്കളെ. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വൺ, വാട്ട് ഇഫ് ഐ കണക്ട് 2 സിംഗുലർ സബ്ജക്റ്റ് വിത്ത് ആസ് വെൽ ആസ് എന്ന് പറഞ്ഞൊരു വാക്ക് കണ്ടാൽ ഓർത്തോ എന്തായിരിക്കും? നമ്മുടെ വേർബ് സിംഗുലർ ആയിരിക്കും. നോക്കിക്കോ, ആസ് വെൽ ആസ് കണ്ടോ? ആസ് വെൽ ആസ് കണ്ടോ നിങ്ങളിവിടെ? പക്ഷേ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ. ഇവിടെ രാം എന്നുണ്ട്, ഇവിടെ ഹിസ് കസിൻസ്. ഹിസ് കസിൻസ് എന്ന് വെച്ചാൽ എന്താ? ഒരുപാട് പേരുണ്ട് അല്ലേ? ഒരുപാട് കസിൻസ് ഉണ്ടാവില്ല നമുക്ക്. സോ അപ്പം നിങ്ങൾ ആസ് വെൽ ആസ് കണ്ടാൽ നിങ്ങൾ ആദ്യം കൺസിഡർ ചെയ്യേണ്ട കാര്യം ഫസ്റ്റ് സബ്ജക്റ്റ് ഇവിടെ ആരാ? രാമാണല്ലോ. സെക്കൻഡാണ് ഹിസ് കസിൻസ് വരുന്നത് അല്ലേ? അപ്പം നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് ഫസ്റ്റ് നമ്മൾ ആരാണ് കാണുന്നത് അവരെ പ്രയോറിറ്റി. അയാൾ ഒറ്റയ്ക്കാണെങ്കിൽ നമ്മുടെ സബ്ജക്റ്റ് എന്തായിരിക്കും? സബ്ജക്റ്റ് ഒറ്റയ്ക്കാണെങ്കിൽ നമ്മുടെ വേർബ് എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും. ഇപ്പം ഹിസ് കസിൻസ്, ഇവിടെ ഹിസ് കസിൻസ് ആണ് മുമ്പിൽ വന്നതെന്ന് വിചാരിച്ചോ. ഹിസ് കസിൻസ് ആസ് വെൽ ആസ് രാം ആണെങ്കിൽ ഹിസ് കസിൻസ് ആണല്ലോ നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഫസ്റ്റ് വന്നതല്ലേ? അപ്പം എന്ത് ചെയ്യാം? നമ്മുടെ വേർബ് എന്തായിരിക്കും? പ്ലൂറൽ ആയിരിക്കും. അത്രയേ ഉള്ളൂ. വേർബ് അഗ്രീസ് ടു ദ ഫസ്റ്റ് നൗൺ. ആദ്യം ആരെയാണോ കൺസിഡർ ചെയ്യുക, ആദ്യം ആരാണോ വരുന്നത് അവരെ കൺസിഡർ ചെയ്യുക. എന്നിട്ട് നമ്മൾ ആദ്യം സിംഗുലർ ആണെങ്കിൽ നമ്മൾ വേർബ് എന്താക്കുക? സിംഗുലർ ആക്കുക. ഇപ്പം പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ വേർബ് പ്ലൂറൽ ആക്കുക. ദാറ്റ്സ് ഇറ്റ്. ഇനി ഞാൻ കുറച്ച് ട്രിക്ക് തരാം, നോക്കിക്കോ. ഏതർ, നെയ്തർ, ഈച്ച്, എവ്രി വൺ, മെനി ഒക്കെ വരുവാണെങ്കിൽ നമ്മുടെ എന്തായിരിക്കും? നമ്മുടെ വേർബ് പക്ക സിംഗുലർ ആയിരിക്കും. ബിക്കോസ് ഇവരൊക്കെ അൾട്ടിമേറ്റ് സിംഗിൾസാണ്. അങ്ങനെ ഓർത്താൽ മതി. ഇത്രയും കാര്യങ്ങൾ ആരാണ്? അൾട്ടിമേറ്റ് സിംഗിൾസ് ആണ്. ഏതർ, നെയ്തർ, ഈച്ച്, എവ്രി വൺ ആൻഡ് മെനി ഒക്കെ വരികയാണെങ്കിൽ നമ്മുടെ എന്താ? ഒബ്വിയസ്ലി നിങ്ങൾ ഓർത്തോ ഇതൊക്കെ സിംഗിൾസ് ആണ്. അതുകൊണ്ട് തന്നെ ഓഫ് കോഴ്സ് എന്തായിരിക്കും? നമ്മുടെ വേർബ് സിംഗുലർ ആയിരിക്കും. ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ചെറിയൊരു ട്രിക്കായിട്ട് എടുത്തോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ഈച്ച് വൺ ഓഫ് ദീസ് മെൻ ഇസ് റിലയബിൾ. ഇവിടെ കണ്ടോ? ഈച്ച് വൺ ഓഫ് ദീസ് മെൻ. ഈ മെന്നിൽ ഈച്ച് വൺ, ഓരോരുത്തരും എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് എന്തായിരിക്കും? നോക്കണ്ട, സിംഗുലർ ആയിരിക്കും. ഓരോരുത്തരെന്നല്ല പറയുന്നത്, എല്ലാവരും എന്നല്ലല്ലോ. നെക്സ്റ്റ്, വൺ ഓഫ് മൈ ഫേവറേറ്റ് സ്റ്റുഡൻസ് ഇസ് ആബ്സെൻറ്റ്. സ്റ്റുഡൻസിൻ്റെ കൂട്ടത്തിൽ ഒരാൾ, എൻ്റെ ഒരു ഫേവറേറ്റ് ഒറ്റൊരു സ്റ്റുഡൻറ്റ് എന്താണ്? ആബ്സെൻ്റ് ആണ്. ഓഫ് കോഴ്സ് എന്തായിരിക്കും? നമ്മുടെ വേർബ് സിംഗുലർ ആയിരിക്കും. കാരണം അത്രയും സ്റ്റുഡൻസിൽ ഒരാളെ പറയുന്നുള്ളൂ അല്ലേ? ഒറ്റൊരാളെ. ഇത് ചിലപ്പോൾ ഒരു ട്രിക്കി ക്വസ്റ്റൻ ആയിരിക്കും അല്ലേ നിങ്ങൾക്ക്? ചിലപ്പോൾ നിങ്ങൾ സ്റ്റുഡൻസ് ആണെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരാണ്, അപ്പോൾ എന്താണ്? പ്ലൂറലാന്ന് വിചാരിക്കും. അപ്പോൾ നമ്മുടെ വേർബ് എന്ത് ചെയ്യും? പ്ലൂറലാക്കും. അല്ല, നമ്മൾ നന്നായിട്ട് കേൾക്കണം. വൺ ഓഫ് മൈ എന്ന് കണ്ടോ? ഒറ്റൊരാൾ, അതിലൊരാൾ. ഒരാൾ എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് സിംഗുലർ ആണ്. സോ നമ്മുടെ വേർബ് എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ എന്ത് നമ്മുടെ സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റിൻ്റെ റൂൾസും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻ്റ് എന്നുള്ളതും. ഓക്കെ, SVOയിൽ സബ്ജക്റ്റും വേർബും എഗ്രി ആവുകയാണെങ്കിൽ നമ്മുടെ സെൻറ്റൻസ് എന്താണ്? പക്ക കറക്റ്റ് ആയിരിക്കും. സോ എനിക്കാണ് ടാസ്ക് തരട്ടെ. യെസ്, ക്വസ്റ്റ്യൻ കണ്ടോ? എവറി സ്റ്റുഡൻസ് ആൻഡ് ടീച്ചർ ഡാഷ് റിക്വയർഡ് ടു അറ്റൻഡ് ദ മീറ്റിംഗ്. ആർ റിക്വയർഡ് ആണോ, വേർ ആണോ, ഇസ് ആണോ, ഹാവ് ആണോ, സിംഗുലർ ആയിരിക്കും, പ്ലൂറൽ ആയിരിക്കും എന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഒരു ടാസ്ക് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? സോ അത്രയേ ഉള്ളൂ. നമുക്ക് നോക്കാം ആരൊക്കെയാണ് കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യാൻ നോക്കുക. സോ ദാറ്റ്സ് ഇറ്റ് ആൻഡ് താങ്ക് യു.